എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായൊരു വാർത്ത. ഒരു വയോധികനായിട്ടുള്ള ഗൃഹനാഥൻ ചാലക്കുടി മേലൂർ റൂട്ടിലോടുന്ന മാത ബസ്സിൽ നിന്നും തെറിച്ച് വീണ് മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ ഗൃഹനാഥൻ്റെ പേര് ജോർജ് എന്നാണ്. മേലൂർ ദേശത്ത് നെറ്റിക്കാടൻ വീട്ടിൽ തോമൻ മകൻ ജോർജ്, NT ജോർജ് എന്നറിയപ്പെടുന്ന ജോർജേട്ടൻ. അദ്ദേഹം വീടിൻ്റെ അടുത്ത് നിന്നും, മേലൂർ കാലടി ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ നിന്നും മാതാ ബസ്സിൽ കാലത്ത് കയറി. ആ ബസ്സിൽ കയറിയ ഉടനെ തന്നെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ഇടയിൽ ഈ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഡോറിൽ നിന്നും അവിടെ കാലടി കപ്പയുള്ള ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ വെച്ച് ബസ്സിൽ കയറി ഉടനെ തന്നെ ബസ്സിന് തെറിച്ച് വീഴുകയായിരുന്നു. നെഞ്ചടിച്ചാണ് വീണത്. ഉടനെ തന്നെ ബസ് ജീവനക്കാർ അദ്ദേഹത്തെ കയറ്റി ബസ് സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ ആരംഭിച്ചു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത. കാരണം നമുക്കറിയാം, ഈ ബസ് യാത്രക്കിടയിൽ സംഭവിക്കുന്ന പല അപകടങ്ങളും മരണങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഡോർ അടയ്ക്കാത്തത് മൂലം തന്നെ ഉണ്ടാകുന്ന ഒരുപാട് സംഭവം. കഴിഞ്ഞ ദിവസമാണ് ഒരു വീട്ടമ്മ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ട വാർത്ത അറിഞ്ഞത്. ഇപ്പോൾ ഈ ഗൃഹനാഥൻ ഈ ഡോർ അടച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപകടം വരില്ലായിരുന്നു. എന്തായിരുന്നാലും കൊരട്ടി പോലീസ് ഈ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജോർജേട്ടൻ ദീർഘകാലങ്ങളായിട്ട് കൃഷി മറ്റു കാര്യങ്ങളായിട്ടൊക്കെ തന്നെ മേലൂർ താമസിച്ചു വരികയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുന്നപ്പള്ളിയിലേക്ക് മറ്റോ പോകാനായിട്ടാണ് ബസ് കയറിയതെന്നാണ് ബന്ധുക്കളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അപ്പോഴാണ് ആ വളവിൽ ഈ ഡോർ അടയ്ക്കാത്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് തെറിച്ച് വീണതും തുടർന്ന് ആശുപത്രിയിൽ ഇരിക്കുന്നതും മരണപ്പെടുന്നതും. ഭാര്യ കൊച്ചറാണി, മക്കൾ തോംസൺ, ജെൻസി, സ്റ്റെഫി, മാത്യൂസ്, മരുമക്കൾ ടിൽമ, വിജയ്, ടെഡി, വിജി. ആദരാഞ്ജലികൾ.